you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking. രാജകുമാരന്മാരെ വിദ്യ അഭ്യസിപ്പിക്കാൻ വന്ന വിഷ്ണു ശർമ്മൻ കഥകളിങ്ങനെ തുടരുകയായി. ദന്തിലകന്റെ കഥ. നഗരത്തിലെ മഹാധനികനായിരുന്ന വ്യാപാരിയായിരുന്നു ദന്തിലൻ. കച്ചവടത്തിൽ കള്ളത്തരങ്ങൾ കാണിക്കാത്ത നീതിമാനായ അസാമാന്യമായ അറിവുകളുള്ള ഒരാളായിരുന്നു ദന്തിലൻ. മഹാരാജാവിനും ജനങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടവനുമായിരുന്നു. രാജ്യഭരണങ്ങളിലും മറ്റു രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിലും മഹാരാജാവ് ദന്തിലൻ്റെ ഉപദേശങ്ങളാണ് തേടിയിരുന്നത്. ഒരു ദിവസം ദന്തിലൻ്റെ മകളുടെ വിവാഹം നടക്കുകയായിരുന്നു. രാജാവും രാജ്ഞിയും പ്രഭുക്കന്മാരും സേവകന്മാരും എല്ലാം പങ്കെടുത്ത ഒരു ഉത്സവം തന്നെയായിരുന്നു ആ വിവാഹം. കല്യാണത്തിരക്കിനിടയിലാണ് ദന്തിലൻ അത് കണ്ടത്. വേലൻ എന്നു പേരുള്ള ഒരു രാജസേവകൻ പ്രഭുക്കന്മാർക്കും വിശിഷ്ട അതിഥികൾക്കും ഒരുക്കി വച്ച പീഠങ്ങളിൽ കയറിയിരിക്കുന്നു. രാജകൊട്ടാരത്തിലെ തൂപ്പുജോലിക്കാരനാണ് വേലൻ. അർഹതയില്ലാത്ത സ്ഥാനത്ത് വേലൻ എളിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ദന്തിലന് കോപം വന്നു. അയാൾ വേലനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി. ആളുകളൊക്കെ കേൾക്കെ ചീത്ത പറയുകയും ചെയ്തു. പരസ്യമായി ഈ അവഹേളനം വേലന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. തരം കിട്ടിയാൽ ദന്തിലനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അതിനുള്ള കൗശലങ്ങൾ അയാൾ മെനഞ്ഞെടുക്കാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ വേലൻ മഹാരാജാവിൻ്റെ മുറി തൂത്തുവാരുകയായിരുന്നു. രാജാവാകട്ടെ പാതി ഉറക്കത്തിൽ മയങ്ങിക്കിടക്കുകയാണ്. ഇത് തന്നെ അവസരമെന്ന് വേലൻ മനസ്സിൽ കരുതി. പതുക്കെ രാജാവ് എന്നാൽ കേൾക്കത്തക്ക വിധത്തിൽ അയാൾ പിറുപിറുത്തു. കേട്ടിട്ട് തന്നെ നാണം തോന്നുന്നു. ആ ദന്തിലൻ എന്ന വ്യാപാരി രാജകുമാരിയെ കെട്ടിപ്പിടിക്കുന്നു. പാവം. രാജാവിതൊന്നും അറിയുന്നുണ്ടാവില്ല. വിശ്വസിച്ചാളെ ഇങ്ങനെ ചതിക്കാൻ പറ്റുമോ? രാജാവ് കേട്ടപാടെ ഞെട്ടി എണ്ണീറ്റു. എന്താ നീ ഈ പറഞ്ഞത്? ഇതിൽ വല്ല സത്യവുമുണ്ടോ? അയ്യോ, അങ്ങുറങ്ങുകയല്ലായിരുന്നോ? പ്രഭോ, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ചൂത് കളിച്ചിരുന്നത് കൊണ്ട് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഉറക്കപ്പിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു പോയതാണ്. അടിയൻ്റെ അവിവേകത്തിന് മാപ്പ് ചോദിക്കുന്നു. വേലൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി. പക്ഷേ രാജാവ് ചിന്താകുലനായി. ആ വേലൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞതായിരിക്കുമോ? അതോ സത്യമായിരിക്കുമോ? ദന്തിലന് കൊട്ടാരത്തിൽ എപ്പോൾ വരാനും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. വേലൻ അങ്ങനെ വല്ലതും കണ്ടതുകൊണ്ടാവില്ലേ? രാജാവ് സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു. അന്നു മുതൽ ദന്തിലനുമായുള്ള കൂട്ടുകെട്ട് മഹാരാജാവ് ഉപേക്ഷിച്ചു. മേലിൽ കൊട്ടാരത്തിൽ കാൽ കുത്തരുതെന്ന് ആജ്ഞയും പുറപ്പെടുവിച്ചു. ദന്തിലന് കാര്യമൊന്നും മനസ്സിലായില്ല. എന്താണ് തന്നോടുള്ള അപ്രിയത്തിന് കാരണം? ഇന്നോളം രാജാവിനെതിരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ഇനിയൊട്ട് പ്രവർത്തിക്കുകയുമില്ല. ആലോചിച്ച് ദന്തിലൻ വല്ലാത്ത വിഷമത്തിലായി. ഏറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദന്തിലന് എങ്ങനെയോ കാര്യങ്ങളൊക്കെ മനസ്സിലായി. വേലൻ ആ പഴയ ദേഷ്യത്തിന് ഒപ്പിച്ച പണിയാണിത്. എങ്ങനെയായാലും വേലനോട് ചോദിക്കുന്നതാണ് നല്ലത്. ഒരു വിഡ്ഢി വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കും. തന്നോടുള്ള പക തീരാതെ ഇനിയും വേലൻ അനവധി നുണകൾ രാജാവിനോട് പറഞ്ഞു കൊടുത്താൽ തന്നെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കില്ലേ?
ദന്തിലൻ വേലനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, സുഹൃത്തേ, അന്ന് അങ്ങനെ പറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിച്ചാലും. പിന്നീട് വേലനെ സന്തോഷിപ്പിക്കാനായി ധാരാളം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. അതോടെ വേലന്റെ ദേഷ്യമെല്ലാം തീർന്നു. എങ്ങനെയായാലും താങ്കൾക്ക് ഞാൻ മൂലം വരുത്തി വെച്ച ദുഷ്പേര് ഞാൻ തന്നെ തീർത്തു തരും, വേലൻ പറഞ്ഞു. പിറ്റേന്ന് പതിവ് പോലെ വേലൻ മുറി തൂത്തുവാരുന്നതിനിടയിൽ പതുക്കെ പഴയതുപോലെ പെറുപിറുത്തു. അയ്യയ്യോ, എന്തൊരു കഷ്ടമാണിത്! നമ്മുടെ മഹാരാജാവ് കക്കൂസിലിരുന്ന് പച്ചവെള്ളരിക്ക തിന്നുന്നു. പാതി ഉറക്കത്തിനിടയിൽ ഇത് കേട്ട രാജാവ് കോപം കൊണ്ട് ചാടി എണീറ്റു. എടാ വേല, എന്തൊക്കെ വെഡിത്തരങ്ങളാണ് നീ വിളമ്പുന്നത്? നിനക്കെന്താ സ്ഥിരബുദ്ധിയില്ലേ? ഞാൻ എപ്പോഴെങ്കിലും കക്കൂസിലിരുന്ന് വെള്ളരിക്ക തിന്നുന്നത് നീ കണ്ടിട്ടുണ്ടോ? മഹാരാജാവേ, ക്ഷമിച്ചാലും ഇന്നലെ മുഴുവൻ ചൂത് കളിച്ചതുകൊണ്ട് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഉറക്കക്ഷീണം കൊണ്ട് എന്തോ പറഞ്ഞു പോയതാണ്. എന്താ പറഞ്ഞതെന്ന് ഓർമ്മ പോലും എനിക്കിപ്പോഴില്ല. വെറും ഒരു തൂപ്പുകാരനായതുകൊണ്ട് തന്നെ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വാളിന് ഇരയായിരുന്നേനെ. മഹാരാജാവ് കോപം കൊണ്ട് വിറച്ചു. താൻ ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മത്തിൽ പോലും ഇത്തരം പ്രവൃത്തി ചെയ്യുമെന്ന് തോന്നുന്നില്ല. വേലൻ ഒരു വെളിവില്ലാത്തവൻ തന്നെ. ദന്തിലനെക്കുറിച്ചും മഹാറാണിയെക്കുറിച്ചും വേലൻ പറഞ്ഞത് വിശ്വസിക്കേണ്ടിയിരുന്നില്ല. അതിത്തരം ഒരു അസംബന്ധം തന്നെയാണ്. ദന്തിലൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രാജാവ് അന്ന് തന്നെ ദന്തിലനെ ആളയച്ചു വരുത്തി സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. അങ്ങനെ തെറ്റുതിരുത്തി. അതുകൊണ്ട് വെറും ഒരു സാധാരണക്കാരനായ തൂപ്പുകാരന് പോലും കാര്യങ്ങൾ തകിടം മറിക്കാൻ എത്ര കഴിവുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ദമകൻ കഥ പറഞ്ഞു നിർത്തി സഞ്ജീവകനോട് ചോദിച്ചു. സഞ്ജീവകൻ ശരിയാണെന്ന് സമ്മതിച്ചു. അങ്ങനെ സഞ്ജീവകനെ ദമകൻ പിങ്കൻ സിംഹത്തിനടുത്തെത്തിച്ചു. ദമകൻ പറഞ്ഞതുപോലെ സഞ്ജീവകൻ പിങ്കനെ താണു വണങ്ങി. അവർ പരസ്പരം ഏറെ നേരം സംസാരിച്ചു. അവർ നല്ല കൂട്ടുകാരായി മാറി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിങ്കനും സഞ്ജീവനും തമ്മിലുള്ള സൗഹൃദം വർദ്ധിച്ചു. രാജ്യകാര്യങ്ങൾ സഞ്ജീവകൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് നീങ്ങിത്തുടങ്ങി. പിങ്കൻ സിംഹത്തിൻ്റെ മറ്റ് മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ക്രൂരത മാറ്റാൻ സഞ്ജീവകനെ കൊണ്ട് കഴിഞ്ഞു. ചുരുക്കത്തിൽ രാജാവിനെ സഞ്ജീവകൻ്റെ ഉപദേശങ്ങൾ നല്ല വഴിക്ക് നയിച്ചു. പക്ഷേ ഈ മാറ്റങ്ങൾ ദമകനും കരടകനും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സഞ്ജീവകനെ രാജാവിന് പരിചയപ്പെടുത്തിയത് ആപത്തായി എന്ന മട്ടായി. ഇപ്പോൾ രാജാവിന് തങ്ങളുടെ ഉപദേശങ്ങൾ ഒന്നും വേണ്ടെന്നായി. എല്ലാത്തിനും സഞ്ജീവകൻ മാത്രം മതി. മാത്രമല്ല, രാജാവ് ആവശ്യത്തിന് മാത്രം വേട്ടയാടുന്നത് കൊണ്ട് ബാക്കിയുള്ള ഇറച്ചിയൊന്നും കിട്ടാതായി. എല്ലാ തെറ്റും നിന്റേത് തന്നെ. വെറും ഒരു പുല്ലുതീനിയായ കാളയെ നീ എന്തിനാണ് രാജാവിന് പരിചയപ്പെടുത്തി കൊടുത്തത്? കരടകൻ ദമകനെ കുറ്റപ്പെടുത്തി. ശരിയാണ് സുഹൃത്തേ, എൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റുപറ്റിയത്. അന്ധമായി അനുയായിയെ വിശ്വസിച്ചതുകൊണ്ട് ഒരു സന്യാസിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ദമകൻ ചോദിച്ചു. അതേത് കഥയാണ്? ഞാൻ ആ കഥ പറഞ്ഞു തരാം. ദമകൻ കരടകനോടെ ആ സന്യാസിയുടെ കഥ പറഞ്ഞു തുടങ്ങി.